രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാകാനുള്ള എല്ലാ ഗുണങ്ങളുമുണ്ടെന്ന് പറയുകയാണ് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് അധ്യക്ഷൻ സാം പിത്രോദ. പിതാവ് രാജീവ് ഗാന്ധിയേക്കാൾ ബുദ്ധിശാലിയും തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ കഴിവുള്ളയാളുമാണ് രാഹുൽ ഗാന്ധി. എന്നാൽ ഇരുവരും ഇന്ത്യ എന്ന ആശയത്തിന്റെയും ജനാധിപത്യത്തിന്റെയും കാവലാളായാണ് പ്രവർത്തിച്ചത്. രാഹുൽ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കും, രാജീവ് പെട്ടെന്ന് കാര്യങ്ങൾ നടപ്പാക്കും. ജനങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഒരുപോലെ ആശങ്കപ്പെടുകയും അവർക്കു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നതിൽ ഇരുവർക്കും ഒരേ മനസ്സായിരുന്നുവെന്നും പിത്രോദ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. രാഹുൽ ഗാന്ധി ഈ മാസം 8 മുതൽ 10 വരെ അമേരിക്കയിൽ സന്ദർശനം നടത്താനിരിക്കെയാണ് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് അധ്യക്ഷന്റെ പരാമർശങ്ങൾ. രാഹുൽ ഗാന്ധി വിദേശത്തു പോയി ഇന്ത്യയെ വിമർശിക്കുന്നുവെന്ന BJP ആരോപണം പിത്രോദ തള്ളി. ആശയവിനിമയത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ സ്വദേശമോ വിദേശമോ എന്ന വേർതിരിവില്ല. എവിടെയിരുന്നു പറഞ്ഞാലും ലോകം മുഴുവൻ തത്സമയം കേൾക്കും. സർക്കാരിനെ വിമർശിക്കുന്നതിനെ രാജ്യത്തിനെതിരായ വിമർശനമായി വ്യാഖ്യാനിക്കുന്ന രീതി വില പോവില്ല. സർക്കാരിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടേണ്ടത് പ്രതിപക്ഷ നേതാവിന്റെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. പ്രതിച്ഛായ തകർക്കാൻ കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് BJP നടത്തിയ ശ്രമങ്ങളെ രാഹുൽ ഗാന്ധി അതിജീവിച്ചത് അത്ഭുതം തന്നെയാണ്. രാവും പകലും ഇടതടവില്ലാതെ വ്യക്തിപരമായും കുടുംബത്തിനു നേരെയും മുൻഗാമികൾക്കെതിരെയും പാർട്ടിക്കെതിരെയും ആസൂത്രിത ആക്രമണം ഉണ്ടായിട്ടും രാഹുൽ പിടിച്ചു നിന്നു. മറ്റാരെങ്കിലും ആയിരുന്നുവെങ്കിൽ അതിന് കഴിയുമോ എന്നത് സംശയമാണെന്നും സാം പിത്രോദ പറഞ്ഞു വെക്കുന്നു. 2 ഭാരത് ജോഡോ യാത്രകളാണ് രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ ആരാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രതിപക്ഷ നേതാവായ ശേഷം രാഹുൽ ഗാന്ധി നടത്തുന്ന ആദ്യ വിദേശ സന്ദർശനമാണ് ഈ ആഴ്ചത്തേത്. വാഷിംഗ്ടണിൽ ഇക്കുറിയും രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തുമെന്ന് സാം പിത്രോദ അറിയിച്ചിട്ടുണ്ട്. നാഷണൽ പ്രസ് ക്ലബിലാണ് പരിപാടി. ജോർജ് ടൗൺ, ടെക്സസ് സർവകലാശാലകളിൽ വിദ്യാർത്ഥികളുമായും ഇന്ത്യൻ വംശജരുമായും ആശയവിനിമയവും സംഘടിപ്പിച്ചിട്ടുണ്ട്. അതേസമയം ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം വിവിധ ചാപ്റ്ററുകളുമായി ഒത്തുചേർന്ന് രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാൻ ഡാലസിലും വാഷിംഗ്ടൺ DC-യിലും വിപുലമായ ഒരുക്കങ്ങൾ നടത്തിവരികയാണ്. സെപ്റ്റംബർ 8 മുതൽ 10 വരെ വളരെ ഹ്രസ്വമായ സന്ദർശനമായിരിക്കും രാഹുൽ ഗാന്ധിയുടേത്. 8-ാം തീയതി ഡാലസിലും 9, 10 തീയതികളിൽ വാഷിംഗ്ടൺ DC-യിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. അതേസമയം കോൺഗ്രസ് നേതാവായ മണിശങ്കർ അയ്യർ 2023 രാഹുൽ പങ്കെടുത്ത പരിപാടിയിൽ US-ൽ വെച്ച് ഒരു പ്രവചനം നടത്തിയിരുന്നു. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ അവസാന സന്ദർശനമായിരിക്കും ഇതെന്ന്. അടുത്ത തവണ US-ൽ രാഹുൽ ഗാന്ധി എത്തുക പ്രധാനമന്ത്രിയായിട്ടായിരിക്കും. പക്ഷേ മണിശങ്കർ അയ്യരുടെ ആ പ്രവചനം തെറ്റിയെന്നത് ഈ അവസരത്തിൽ എടുത്തു പറയേണ്ട കാര്യമാണ്. ഇക്കുറിയും രാഹുൽ ഗാന്ധി US-ൽ പോകുന്നത് പ്രതിപക്ഷ നേതാവായി തന്നെയാണ്.